ഞാനൊരു സെലിബ്രിറ്റി ബ്രാൻഡിൽ നിന്ന് വാങ്ങുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഓൾമോസ്റ്റ് 5,000 റുപ്പീസ് ആണ് എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത്. ഈസ് ഇറ്റ് വർത്ത് ഇറ്റ്? യെസ്, ഐ ഹാവ് പ്രൂഫ്. റീസെന്റ് ഒരു സെലിബ്രിറ്റി ബ്രാൻഡിന്റെ ഓണം കളക്ഷൻസ് ലോഞ്ച് ചെയ്തപ്പോൾ അതിനകത്ത് ഒരു ഫ്ലോറൽ ഓർഗൻസ സാരി, ക്രീം കളറിൽ ഫ്ലവർ പ്രിന്റ്സ് ഉള്ള ഒരു ഓർഗൻസ സാരി എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അത് നോക്കിയിരുന്നു. ഞാൻ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പോൾ അതിന്റെ റേറ്റ് ഓൾമോസ്റ്റ് 7,999 ആണ് കിടക്കുന്നത്. ഇപ്പോൾ സോൾഡ് ഔട്ട് ആണ്. ആൻഡ് ഇന്ന് ഞാൻ മറ്റൊരു സാരി ബ്രാൻഡ്, ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ ഫേമസ് സാരി ബ്രാൻഡ്, അവരുടെ അടുത്ത് സെയിം പ്രൊഡക്റ്റ് ഞാൻ കണ്ടപ്പോൾ അവരുടെ അടുത്ത് റേറ്റ് ചോദിച്ചപ്പോൾ ഇറ്റ് ഈസ് 4,800. ദ സെയിം സാരി, എക്സാക്ട് സെയിം ഡീറ്റെയിൽസ്, എവറിത്തിങ് സെയിം. ഓൾമോസ്റ്റ് 4,800, അപ്രോക്സിമേറ്റ്ലി 5,000 ആൻഡ് അതർ വൺ ഈസ് 4,000. അപ്പൊ എന്താണെങ്കിലും ഈ രണ്ടാമത് പറഞ്ഞ ബ്രാൻഡുകാരും അറ്റ്ലീസ്റ്റ് മിനിമം 1,000 റുപ്പീസ് പ്രോഫിറ്റ് അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ആ സാരിയുടെ ആക്ച്വൽ പ്രൈസ് എത്രയാണ് വരുന്നത്? മേ ബി ഒരു 3,800 എന്ന് നമ്മൾ അസ്യൂം ചെയ്തോ. ഈ 3,800ന്റെ സാരിയാണ് 8,000 റുപ്പീസിന് ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് എ സെലിബ്രിറ്റി ബ്രാൻഡ് ദേ ആർ സെല്ലിംഗ് ഓൾമോസ്റ്റ് ഡബിൾ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്. I understand it's a celebrity brand, they have their celebrity value, I understand. But if that is a product which they are putting some effort into, I can understand for putting such a margin, because or celebrity avരുടെ time എടുത്തിട്ട് അല്ലെങ്കിൽ അവരുടെ effort എടുത്തിട്ട് additionally they are doing all these things on that particular ഒരു ഔട്ട്ഫിറ്റ് ഡിസൈൻ ചെയ്യാനും അവരുടെ ഒരു ക്രിയേറ്റിവിറ്റിയിൽ ഉണ്ടായ ഒരു സാധനമാണെങ്കിൽ ഓക്കെ. ഒന്ന് വാങ്ങി ജസ്റ്റ് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇടുന്ന ഒരു പ്രൊഡക്റ്റിനാണ് they are charging almost double the price of the product. So you just imagine, just because it's a celebrity brand or in the name of a celebrity, how they are looting us. അഹാന കൃഷ്ണകുമാർ ആണ് ഇന്നത്തെ വിഷയം. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ദിയ കൃഷ്ണയ്ക്ക് ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ഉണ്ട്. അഹാന കൃഷ്ണയ്ക്ക് മറ്റേ നമ്മുടെ സാരി ആ ടൈപ്പിലുള്ള ഒരു ബിസിനസ് ഉണ്ട്, സാരി കച്ചവടം. ഓക്കെ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാം. എനിക്ക് അഹാനയോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ശരിക്കും നിങ്ങൾ ഈ KK ഫാമിലി എന്നുള്ളൊരു പേര് മാറ്റിയിട്ട് KK ബ്ലേഡ് കമ്പനി എന്ന് വല്ലതും ഇടുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ പണം ഉള്ളവർക്കാണ് വീണ്ടും പണത്തിനോട് ആർത്തി വരുന്നത്. സംഭവം മറ്റൊന്നുമല്ല, ശരിക്കും ഇപ്പോൾ ഒരു സാരി, അഹാനയുടെ ഈ സാരി ബിസിനസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അഹാന പുറത്ത് ഒരു 3,500-3,000 രൂപയ്ക്ക് കിട്ടുന്ന സാരി അഹാന അത് വാങ്ങി, അഹാന അത് ഉടുത്ത് അതിന്റെ പ്രൊമോഷൻ ചെയ്ത് അതിന്റെ ഒരു പരസ്യം ചെയ്തിട്ട് അഹാന വാങ്ങിക്കുന്നത് 7,500-8,000 രൂപയാണ്. ഒട്ടും ലോജിക്കില്ലാത്ത ഒരു പരിപാടി. ഓക്കെ, പ്രോഫിറ്റ് എടുത്തോ, എടുക്കണ്ട എന്ന് പറയുന്നില്ല. നിങ്ങൾ തിരക്കുള്ള സെലിബ്രിറ്റീസ് ആണ്, നിങ്ങൾക്ക് അതിന് ടൈം ആവും, നിങ്ങൾ നല്ല വീഡിയോസ് ഷൂട്ട് ചെയ്ത് നല്ലൊരു അഡ്വർടൈസ്മെന്റുള്ള നല്ലൊരു ആഡ് ഉണ്ടാക്കിയിട്ടാണ് നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന പോലും. ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് പോലും ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇത്രയും വലിയൊരു കൊള്ളലാഭം കൊയ്യേണ്ട ആവശ്യമുണ്ടോ മിസ് അഹാന കൃഷ്ണകുമാർ? ഉണ്ടോ? ഇത്രയും വലിയ കൊള്ളലാഭം കൊയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് നിങ്ങളുടെ അനിയത്തി ദിയ കൃഷ്ണയുടെ ജ്വല്ലറിയിൽ നിന്നും ഇതുപോലെ കുറെ പേര് കുറച്ച് പണം തട്ടി എന്നുള്ള കേസൊക്കെ നടന്നിട്ട് പിന്നീട് അതിന്റെ ഒരു വാർത്തകളൊന്നും ഞങ്ങൾ കേട്ടില്ലല്ലോ. എന്തുകൊണ്ടത് കേട്ടില്ല? അത് മുങ്ങിപ്പോയല്ലോ. എന്തൊക്കെയോ ഒരു തിരിമറികളും തിരിപ്പുകളും ഒക്കെ ഇതിലൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് ശരിക്കും യാഥാർത്ഥ്യം തന്നെയാണ്. ഓക്കെ, എന്നാൽ പോലും ഈ പാവങ്ങളെ ഇതുപോലെ കൊല്ലാക്കൊല ചെയ്യണോ മിസ് അഹാന കൃഷ്ണകുമാർ? സാധാരണക്കാർക്കാർക്കും നിങ്ങളുടെ സാരി വാങ്ങണ്ടേ? ശരിക്കും സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ നാട്ടിൻപുറത്ത് കുഞ്ഞു കുഞ്ഞു തുണിക്കടകൾ കാണും. ഈ കുഞ്ഞു കുഞ്ഞു തുണിക്കടകളിൽ ശരിക്കും ഒരുപാട് നല്ല കളക്ഷൻസ് ആണ്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ല അത്യാവശ്യം നല്ലൊരു ബിൽഡിങ്, അത്യാവശ്യം സെൻട്രലൈസ്ഡ് AC, കാണാൻ കൊള്ളാവുന്ന കുറെ സ്റ്റാഫുകൾ, നല്ല ഒരു അവിടുത്തെ സർവീസ് ഒക്കെ അടിപൊളിയായിരിക്കും. ആ ഒരു രീതിയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്നത്. പക്ഷേ അവിടെ പോയി എടുക്കുന്ന മെറ്റീരിയലിലുള്ള അതേ തുണി തന്നെ നമുക്ക് ഈ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ കടയിലും കിട്ടും. ഓക്കെ, ഈ നാട്ടിൻപുറത്തെ കടയിൽ ചിലപ്പോൾ അതിനൊരു 1,000 രൂപയെ കാണത്തുള്ളൂ. പക്ഷെ അതൊരു ടൗണിൽ ഒരു വലിയൊരു കെട്ടിടത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 3,500-4,000 രൂപയിലേക്ക് നിൽക്കും. ശരിക്കും അതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഇപ്പൊ മുമ്പത്തെ വീഡിയോയിൽ ആ ലേഡി പറഞ്ഞ പോലെ അഹാന തന്നെ ഡിസൈൻ ചെയ്ത് അഹാന തന്നെ അത് ഇപ്പം സാരിയൊക്കെ ആണല്ലോ, അഹാന തന്നെ അത് മാനുഫാക്ചർ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അഹാനയുടെ ടീം തന്നെ അത് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് കൊടുക്കാം. 7,000 എങ്കിൽ 7,000, 8,000 എങ്കിൽ 8,000 നമുക്ക് കൊടുക്കാം. പക്ഷേ പുറത്ത് ഈ സെയിം സാരിക്ക് 3,000 രൂപ മാത്രമേ വില വരുന്നുള്ളൂ. ആ സെയിം സാരി തന്നെ അഹാന കൊടുക്കുന്നത് 7,000-നും 7,500-നും ഉള്ള രീതി വരുമ്പോഴത്തേക്കും അത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. മിക്കവാറും ഉടനെ കുത്തുവാളെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞു പോകാനുള്ള സകല ചാൻസും കാണുന്നുണ്ട് മിസ് അഹാന. കാരണം അറിയാം, ഇപ്പൊ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചാകരയായിരിക്കും. ചാകര പണമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതിയെങ്കിൽ ഓക്കെ. പക്ഷെ ഇപ്പോ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി ഇതിലും വില കുറച്ചുള്ള സാധനം വേറെ പലയിടത്തും കിട്ടും എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് ഇനിയെങ്കിലും മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. കൊള്ളലാഭം കൊയ്യാതിരിക്കുക. ഇതിൽ നല്ലത് ശരിക്കും പറഞ്ഞാൽ പണം എടുത്ത് പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അഹാന ചെയ്ത ആ സാരിയുടെ ആഡ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. കുടുംബം അടക്കം അടങ്ങുന്ന ഒരാടാണ് സുഹൃത്തുക്കളെ. ആഡ് നമുക്കൊന്ന് കണ്ടു നോക്കാം.
സ്റ്റാർട്ട് ചെയ്യും? അമ്മ പറ. വേണ്ട, അമ്മ പറയട്ടെ. ചേഞ്ച് നിഷാനി പറ. ഓക്കെ, സോ വി ഹാവ് എ ന്യൂ ബിഗിനിങ്. ഓൾമോസ്റ്റ് ഒരു വർഷമായിട്ട് നമ്മൾ ഒരുപാട് ലവ് ആൻഡ് കെയർ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിഗിനിങ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ എപ്പോഴൊക്കെ നന്നായിട്ട് ഡ്രസ് ചെയ്ത് സാരീസ് ഒക്കെ ഇട്ട് ഫോട്ടോസ് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ളവര് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ സാരി എവിടെന്നാ മേടിച്ചത്, നിങ്ങളുടെ ഡ്രസ്സസ് ഒക്കെ എവിടെന്നാ സാധാരണ വാങ്ങാറ്, വി ലവ് യുവർ ടേസ്റ്റ് ഇൻ ഫാഷൻ. അതാണ് ശരിക്കും നമ്മളെ ഇൻസ്പയർ ചെയ്തത് ടു ക്രിയേറ്റ് എ ബ്രാൻഡ് വിത്ത് എ ലോട്ട് ഓഫ് ലവ് ആൻഡ് പാഷൻ. നമ്മുടെ ഒരു പേഴ്സണൽ സ്റ്റൈൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വി വാണ്ടഡ് ടു ഡു സംതിങ്. അതുകൊണ്ടാണ് വി ആർ സ്റ്റാർട്ടിംഗ് എ ബ്രാൻഡ് ആൻഡ് ദാറ്റ്സ് വാട്ട് വി ആർ ടോക്കിംഗ് അബൌട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ ലിമിറ്റഡ് പീസസ് ഉള്ള ഒരു കളക്ഷൻ ആണ്. നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു സാരി എടുക്കുമ്പോൾ എന്തുകൊണ്ട് കുറച്ച് എക്സ്ട്രാ പീസസ് കൂടി ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്തുകൂടാ? ഈ ഒരു തോട്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഡിസിഷനിലേക്ക് കൊണ്ടെത്തിച്ചത്. നമ്മളൊരു ലിമിറ്റഡ് ഡ്രോപ്പ് ബ്രാൻഡ് ആയിരിക്കും. അതായത് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഐറ്റംസ് നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നത് നമ്മൾ 2-3 മാസം കൂടുമ്പോൾ ഡ്രോപ്പ് ചെയ്യും. ഡ്രോപ്പ് എന്ന് വെച്ചാൽ എ കളക്ഷൻ ഡ്രോപ്പ്. വളരെ കുറച്ച് പീസസ് ഉള്ള, എന്നാൽ നമുക്ക് വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തെടുത്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് സാരീസിന്റെ ഒരു ഡ്രോപ്പ്. ലിമിറ്റഡ് കളക്ഷൻ ആയതുകൊണ്ട് തന്നെ പ്ലീസ് സ്റ്റേ ട്യൂൺ വെൻ വി അനൗൺസ് ദി ഡ്രോപ്സ്. അപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്കും കൂടി വേണ്ടിയാണ്. ഇരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നാനായി നിൽക്കുന്ന ഒരു കുടുംബം. അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കെ ഫാമിലിയെ പറ്റി തോന്നിയിട്ടുള്ളത്. ഓക്കെ, മറ്റേ അനിയത്തി അവിടെ ആഭരണങ്ങൾ വാരി വിതറുകയാണ് സുഹൃത്തുക്കളെ. ലക്ഷക്കണക്കിന് രൂപയാണ് ഒരു ടീം അടക്കം അടങ്ങുന്ന ആളുകൾ വന്ന് അടിച്ചുകൊണ്ട് പോയത്. അതിനെപ്പറ്റി പിന്നെ ഒരു വാർത്ത ഉണ്ടായിട്ടില്ല. ആ പണം തിരികെ കിട്ടിയോ, അതെന്തായി, അവരെ ശിക്ഷിച്ചോ? ഇല്ല, അറിഞ്ഞില്ല. ഇതിന്റെ പിന്നിലൊക്കെ ഇനി എന്തൊക്കെയോ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ ഒരു കുടുംബം അടക്കം എന്തായാലും ആൾക്കാരെ പറ്റിക്കാൻ വന്നിരിക്കുന്നത് ശരിക്കും ശരിയാണോ? എനിക്കറിയാൻ പാടില്ല. എന്നിരുന്നാലും എൻ്റെ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു ഓൺലൈൻ ഡ്രസ്സിന്റെ ഒക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പണം വെച്ച് തട്ടിപ്പടത്തിക്കൊണ്ടിരിക്കുന്ന ടീമിന്റെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കെണികളിൽ പോയി ചാടാതിരിക്കുക. നിങ്ങൾ കഷ്ടപ്പെടുന്ന പണമാണ്, നിങ്ങളുടെ പണമാണ്. അത് ആവശ്യത്തിന് കണ്ടും നോക്കിയൊക്കെ നിങ്ങൾ വിനിയോഗിച്ചാൽ നിങ്ങൾക്ക് നന്ന്. ഇത്രേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഇതുപോലുള്ള ഡ്രസ്സൊക്കെ 8,000-നും 10,000-നും ഒക്കെ വാങ്ങിക്കുന്നവര് ശരിക്കും പറഞ്ഞാൽ ഇതിലും വില കുറച്ച് കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് തിരക്കി നോക്കുക. കിട്ടും, കിട്ടാതെ ഉടപ്പാൻ. അത് ഇവരുടെ കയ്യിലോട്ട് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും റേറ്റിൽ വ്യത്യാസം വരുന്നത്. അത് ഒരു 1,000-500 ആണെങ്കിൽ പോട്ടെന്ന് വെക്കാം. ഇത് എത്ര രൂപയുടെ ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ എടുക്കുന്നത്? 4,000-5,000 രൂപയൊക്കെയാണ് ശരിക്കും പറഞ്ഞ ഒരു ഒറ്റ സാരിപ്പുറത്ത് ലാഭം. അതാണ് ഞാൻ പറഞ്ഞത്, പണം ഉള്ളവൻ ഇങ്ങനെ പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പാവപ്പെട്ടവനാണെങ്കിലോ ഇവിടെ ഇരുന്ന് ഇങ്ങനെ മൂഞ്ചും. ഇതാണ് റിയാലിറ്റി. ഓക്കെ, അപ്പോൾ എന്നിരുന്നാലും നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ഇങ്ങനെയുള്ള ബിസിനസ്സിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ലത് നോക്കി ശ്രമിക്കുക, നല്ലത് നോക്കി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് കെണികളിലൊന്നും പോയി ചാടാതിരിക്കുക. ഓക്കെ, ഇപ്പൊ എന്തായാലും അഹാനാണ് ഇപ്പൊ ചർച്ചാ വിഷയം. ഉടനെ ഈ റേറ്റിനൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന എനിക്ക് തോന്നുന്നില്ല ലാഭമൊക്കെ കിട്ടും. നല്ല പിന്നെ വല്ല കുഴൽപ്പണമൊക്കെ വരുന്ന ആളുകളൊക്കെ പോയി ഇഷ്ടം പോലെ വാങ്ങിച്ചു വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കും. സാധാരണക്കാരനൊന്നും ഇത് താങ്ങത്തില്ലേ. നമ്മളൊക്കെ അത്താണികൾ മനസ്സിലായോ? അന്നന്ന് പോയി കിട്ടുന്നത് കൊണ്ട് വെച്ച് ഉണ്ടാക്കി തിന്നുന്ന അത്താണികൾ. നമുക്ക് പറ്റത്തില്ല ഇതൊന്നും. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.